സ്വാഗതം ടോപ് 10ലേക്ക്. മണിക്കൂറുകൾക്ക് മുമ്പ് രാജ്യതലസ്ഥാനത്തെ നടുക്കിയ സ്ഫോടനമുണ്ടായിരിക്കുന്നു. അത് ആസൂത്രിതമായ അട്ടിമറിയും. സംശയങ്ങൾ നിരവധിയാണ്. ഇന്ത്യയിൽ ആക്രമണം ലക്ഷ്യമിടുന്ന ഭീകരരുടെ ശ്രമങ്ങൾ ഒന്നൊന്നായി നമ്മുടെ സൈന്യം തകർക്കുന്നതിനിടെയാണ് സ്ഫോടനമുണ്ടായിരിക്കുന്നത്. രാജ്യം അതീവ ജാഗ്രതയിലാണ്. വാർത്തകൾ വിശദമായി നോക്കാം. ആദ്യം 10 പ്രധാന വാർത്തകളിലേക്ക്. രാജ്യം നടുങ്ങി. ഡൽഹിയിൽ വൻ സ്ഫോടനം, 8 മരണം, നിരവധി പേർക്ക് പരിക്ക്. സ്ഫോടനം ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം 6:55. സ്ഫോടനമുണ്ടായത് സിഗ്നലിലുണ്ടായിരുന്ന I-20 കാറിൽ. സ്ഫോടനം അതീവ സുരക്ഷാ മേഖലയിൽ. സ്ഫോടനത്തിന് പിന്നാലെ സമീപത്തെ വാഹനങ്ങളിലേക്കും തീ പടർന്നു. സാഹചര്യം വിലയിരുത്തി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. പഴുതടച്ച അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി. രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിലും പരിശോധന. റെയിൽവേ സ്റ്റേഷനുകളിലടക്കം സുരക്ഷ കൂട്ടി. ഡൽഹി ഹരിയാന അതിർത്തിയിൽ വൻ ഭീകരാക്രമണ പദ്ധതി തകർത്ത് പോലീസ്. ജെയ്ഷെ മുഹമ്മദ് അനുയായികളായ 2 ഡോക്ടർമാർ പിടിയിൽ. 360 കിലോ അമോണിയം നൈട്രേറ്റും തോക്കുകളും പിടിച്ചെടുത്തു. ജമ്മു കശ്മീരിൽ 7 പേർ അറസ്റ്റിൽ. 2900 കിലോ സ്ഫോടക വസ്തുക്കൾ പിടികൂടി. ഡിസംബർ 9-നും ഡിസംബർ 11-നും 2 ഘട്ടമായി രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 6 മണി വരെയായിരിക്കും പോളിംഗ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് ചൂടിൽ സംസ്ഥാനം. വോട്ടെടുപ്പ് ഡിസംബർ 9-നും 11-നും 2 ഘട്ടങ്ങളായി. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ആദ്യഘട്ടത്തിൽ പോളിംഗ്. 2ാം ഘട്ടത്തിൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെ പോളിംഗ് ബൂത്തിലേക്ക് വോട്ടെണ്ണൽ 13-ന്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി ഈ മാസം 21. പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നു. തദ്ദേശ പോരിന് മുന്നണികൾ സജ്ജം. പിണറായി സർക്കാരിന്റെ ജനക്ഷേമ പ്രവർത്തനങ്ങൾ അനുകൂലമാക്കി മാറ്റാമെന്ന പ്രതീക്ഷയിൽ LDF. സെമി ഫൈനലിൽ വിജയം ഉറപ്പെന്ന് കോൺഗ്രസ്. ലക്ഷ്യം അഴിമതിരഹിത ഭരണമെന്ന് BJP. തിരുവനന്തപുരം കോർപ്പറേഷനിൽ 93 സീറ്റുകളിലേക്ക് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച LDF. 70 സീറ്റുകളിൽ CPM മത്സരിക്കും. PM ശ്രീ പദ്ധതി മരവിപ്പിക്കാനിടയായ സാഹചര്യം. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയെ വാക്കാൽ ധരിപ്പിച്ച് മന്ത്രി V ശിവൻകുട്ടി. SSK ഫണ്ട് എത്രയും വേഗം അനുവദിക്കണമെന്നും മന്ത്രി. ഗണഗീതം പാടിപ്പിച്ച സംഭവത്തിൽ നടപടി ആവശ്യപ്പെട്ട് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിക്ക് കത്ത് നൽകി. ന് സമ്പൂർണ്ണ OP ബഹിഷ്കരണവുമായി ഡോക്ടർമാർ മുന്നോട്ട്. ശമ്പള പരിഷ്കരണം ഉൾപ്പെടെയുള്ള ആവശ്യങ്ങളിൽ രേഖാമൂലം ഉറപ്പ് കിട്ടിയാൽ സമരത്തിൽ നിന്ന് പിന്മാറുമെന്ന ആരോഗ്യമന്ത്രിയുമായുള്ള ചർച്ചയിൽ KGM-CTA. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ അണുബാധയേറ്റ് യുവതി മരിച്ചത് 4 അംഗ സമിതി അന്വേഷിക്കും. കൊല്ലം സ്വദേശി വേണുവിന്റെ മരണത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചു. രഞ്ജി ട്രോഫിയിൽ തിരിച്ചടിച്ച സൗരാഷ്ട്ര. കേരളത്തിനെതിരെ മികച്ച സ്കോറിലേക്ക്. ആദ്യ ഇന്നിംഗ്സിൽ 73 റൺസിന്റെ ലീഡ് വഴങ്ങിയ സന്ദർശകർ 2ാം ഇന്നിംഗ്സിൽ 5 വിക്കറ്റിന് 351 റൺസ് എന്ന നിലയിൽ. ബീഹാറിൽ നാളെ അവസാനഘട്ട വോട്ടെടുപ്പ്. 20 ജില്ലകളിലെ 122 മണ്ഡലങ്ങൾ പോളിംഗ് ബൂത്തിലേക്ക്. ജനവിധി തേടുന്നവരിൽ 4 മന്ത്രിമാരും. വോട്ടെണ്ണൽ 14-ന്. സ്റ്റോറി ഓഫ് ദ ഡേ. അതുലിന് ഇത് സ്വപ്ന സാഫല്യം. അതെ, രാജ്യം നടുങ്ങി. ഡൽഹിയിൽ ചെങ്കോട്ട മെട്രോ സ്റ്റേഷന് സമീപം കാറിൽ സ്ഫോടനം. 8 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കുണ്ട്. മരണസംഖ്യ ഉയരുമെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്. അതീവ സുരക്ഷാ മേഖലയിലാണ് സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. 2 കാറുകൾ പൊട്ടിത്തെറിച്ചു എന്നുള്ളൊരു സൂചനയും വരുന്നുണ്ട്. സ്ഫോടനത്തിന് പിന്നാലെ സമീപത്തെ വാഹനങ്ങളിലേക്കൊക്കെ തീ പടർന്നു. ആളുകളെല്ലാം എന്തായാലും ഒഴിപ്പിച്ചിട്ടുണ്ട്. KK പ്രശാന്ത് സംഭവസ്ഥലത്ത് നിന്ന് ചേരുകയാണ്. പ്രശാന്ത്, നടുക്കുന്നൊരു വാർത്ത തന്നെയാണ് നമ്മളിപ്പോൾ കേൾക്കുന്നത്. എന്താണ് ശരിക്കും സംഭവിച്ചത്? ശ്രീജ,
വൈകിട്ട് 6:52 ഇത്തരത്തിലൊരു സംഭവം ഉണ്ടാകുന്നത്. ഇപ്പോൾ NSG ഉദ്യോഗസ്ഥർ, NSG സ്ക്വാഡ് വരുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാനുള്ളത്. അവർ ഈ സ്ഥലത്തേക്ക് പരിശോധനയ്ക്കായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. വലിയ സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് മറ്റ് സാങ്കേതിക സംവിധാനങ്ങൾ, അത്യാധുനിക സംവിധാനങ്ങളൊക്കെ തന്നെ അവരുടെ കൈകളിൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അവർ ഇവിടേക്ക് എത്തി പരിശോധന ആരംഭിക്കുകയാണ്. സ്വാഭാവികമായി നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഫോറൻസിക്കിന്റെ വിഭാഗത്തിന് പുറമെ NSGയുടെ വിഭാഗം കൂടി ഇവിടേക്ക് എത്തി കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്ന ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഇത്തരത്തിൽ, അതായത് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് NSGയുടെ ഉദ്യോഗസ്ഥർ പരിശോധനകൾ പൂർത്തിയാക്കി മടങ്ങുകയും ഒപ്പം തന്നെ കൂടുതൽ ഉദ്യോഗസ്ഥർ വരികയും ചെയ്യുന്ന ദൃശ്യങ്ങൾ തന്നെയാണ്. അവർ അത്യാധുനിക സംവിധാനങ്ങളുമൊക്കെ ആയി എത്തി വിവരങ്ങൾ ശേഖരിച്ച, തെളിവുകൾ ശേഖരിച്ച മടങ്ങുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ, കേന്ദ്ര ആഭ്യന്തരമന്ത്രി പറഞ്ഞതുപോലെ കൂടുതൽ സേനാ വിഭാഗങ്ങൾ, സുരക്ഷാ സംവിധാനങ്ങളുടെ ഭാഗമായുള്ളവരെല്ലാം തന്നെ ഈ അന്വേഷണത്തിന്റെ ഭാഗമാകുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരെല്ലാം തന്നെ ഇവിടേക്ക് എത്തിത്തുടങ്ങുന്നു. അങ്ങനെ നിരവധിയായ ഉദ്യോഗസ്ഥർ, അതിന്റെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം തന്നെ ഇത്തരത്തിൽ എത്തുകയാണ്. അവർ വിവരങ്ങൾ ശേഖരിക്കുകയും ഈ വിവരങ്ങൾ അനുസരിച്ച് എന്താണ് ഇതിന്റെ പ്രാഥമിക, നമുക്ക് ദൃശ്യങ്ങളിൽ കൃത്യമായി കാണാൻ കഴിയുന്നുണ്ട്. NSGയുടെ വിഭാഗം, NSGയുടെ പ്രത്യേക സേനാ വിഭാഗങ്ങളാണ് ഇപ്പോൾ ഈ സംഭവം നടന്ന സ്ഥലത്തേക്ക് എത്തി അവർ മറുവശത്തേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർക്ക് ലഭ്യമായ വിവരങ്ങൾ, ഒപ്പം തന്നെ മറ്റ് തെളിവുകൾ, പരിശോധനയ്ക്ക് ആവശ്യമായ തെളിവുകളുമായി അവർ മടങ്ങുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ അവർ കൂടി നൽകിയതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും എന്താണ് ഇവിടെ സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. ഏതായാലും 6:52 റെഡ് ഫോർട്ടിന് സമീപത്തിലെ ലാൽഖില മെട്രോ സ്റ്റേഷന് സമീപം സ്ഫോടനം ഉണ്ടാകുന്നത്. ആ സ്ഫോടനത്തിലാണ് ഇപ്പോൾ നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ 10-നടുത്ത ആളുകൾ മരിച്ചു എന്നുള്ളതാണ്. 8 പേരുടെ മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. പക്ഷേ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ, ചില ദേശീയ മാധ്യമങ്ങൾ അതിനപ്പുറത്തേക്ക് മരണസംഖ്യ നൽകുകയുമൊക്കെ ചെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ ആ സ്ഫോടനം ഏത് തരത്തിലാണ് ഉണ്ടായത്, എങ്ങനെയാണ് ഈ സ്ഫോടനം ഉണ്ടായത് തുടങ്ങിയ കാര്യങ്ങളാണ് പ്രധാനമായി പരിശോധിക്കുന്നത്. ഒരു വാഹനം, അതായത് ഡൽഹി പോലീസ് കമ്മീഷണർ പറയുന്നതനുസരിച്ചാണെങ്കിൽ വളരെ സാവധാനം ഒരു വാഹനം ഈ കാണുന്ന റെഡ് ലൈറ്റിന് സമീപം, ഇപ്പോൾ നമുക്ക് ഈ കാണാൻ കഴിയുന്നുണ്ട്, റെഡ് ലൈറ്റ് തെളിഞ്ഞു കിടക്കുകയാണ്. ഈ റെഡ് ലൈറ്റിനേക്കായി ചുമന്ന ലൈറ്റിന് സമീപത്തേക്ക് എത്തുകയാണ് ഉണ്ടായിരുന്നത്. ആ വാഹനം ഇവിടേക്ക് എത്തുന്നു. വളരെ പെട്ടെന്ന് അത് പൊട്ടിത്തെറിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇപ്പോൾ ഇതിന് ദൃക്സാക്ഷിയായ അനീഷ്, പയ്യോളി സ്വദേശി അനീഷ്, മലയാളിയാണ്. അനീഷ് ഈ സമയത്ത് ഈ റെഡ് ഫോർട്ടിന് അടുത്തുണ്ടായിരുന്നു. അനീഷ്, എന്താണ് സംഭവിച്ചത്? അനീഷ് ഈ സ്ഥലത്ത് സമയത്തുണ്ട്? ഞാൻ ഇവരെ 10 മിനിറ്റ് മുമ്പ് ഇവിടെ വന്ന് പോയതായിരുന്നു. അതിന് കുറച്ചൊരു 100 മീറ്റർ അപ്പുറം ലോക്കൽ മീഡിയസിനോട് സംസാരിച്ചിരിക്കുന്നതാണ്. ശബ്ദം കേൾക്കുന്നതാണ്, പുറകിലാണ് സംഭവം നടന്നത്. ഞാൻ പറഞ്ഞല്ലോ, അതിന് 100 മീറ്റർ അപ്പുറം ശബ്ദം തിരിഞ്ഞു നോക്കിയെന്ന് റെഡിക്കുന്ന ഒരു തീകോളാണ് ആകാശത്തേക്ക് കാണുന്നത്. കുറച്ച് സമയത്തേക്ക് ആൾക്കാരെല്ലാം, പബ്ലിക്കെല്ലാം കുറച്ചൊരു ഇതായി, അങ്ങ് ദൂരം പോയില്ല, അവിടെയുള്ള ആൾക്കാരെല്ലാം കുറച്ചൊരു അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നെ അപ്പം പോലീസുകാരെല്ലാം ദൂരം പോലീസുകാരെല്ലാം വരുന്നത്. നമ്മൾ കുറച്ച് നേരത്തേക്ക് എന്താ പറയുക, വലിയ ഞെട്ടലായിരുന്നു ആ സമയം. അതാ പറഞ്ഞത്, നമ്മൾ മൊത്തം ഒരു എന്താ പറയുക, ശരീരമെല്ലാം മൊത്തം ഒരു താഴ്ന്നതിലോട്ട്. കാരണം നല്ല ശബ്ദമാണ്, പിന്നെ കാണുന്നത് തീകോളാണല്ലോ കാണുന്നത്. പിന്നെ അത്രയും ജനങ്ങളുണ്ട്. കാരണം അത് വേറെ അടുത്ത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ, പബ്ലിക് എന്താ പറയുക, അടിച്ചു മരിച്ചു ആൾക്കാർ. കാരണം അത്രയും പബ്ലിക് ഉണ്ട്. ഇത് ഒരു ആൾക്കാർ അന്നേരം ആൾക്കാർ അവിടെയുള്ള ആൾക്കാരെല്ലാം മാറി. പിന്നെ ആൾക്കാർ നടന്നു പോകാനാണ്. കുറച്ച് തിരക്കിലാണെങ്കിലും കുറേ ആൾക്കാർ പേടിച്ചു പോയി. പീടികകളിലും ഷട്ടർ അടിച്ചു കളഞ്ഞാൽ എന്തെന്നാ സംഭവം എന്ന് അറിയുന്നില്ലല്ലോ. പിന്നെ വലിയ വന്നായിരുന്നു പറഞ്ഞാൽ പോലീസുകാർ ആൾക്കാരോട് പറഞ്ഞെന്താ പറയുക, ഇതാ സംഭവം തന്നെ, വണ്ടീൻ്റെ ഗ്യാസ് വണ്ടി പൊട്ടിത്തെറിച്ചാണെന്ന് അവർ പറഞ്ഞത്. പിന്നെ ഇനിയിപ്പോൾ ഇതെല്ലാം ബാക്കിയുള്ള നമ്മളെ ഇവർ നോക്കിയാലും അറിയാൻ പറ്റും. തിരക്കുണ്ടായിരുന്നു, നല്ല സമയം, തിരക്കുള്ള സമയമാണ്. ഒന്നാമതൊരു 6-7 മണി ആൾക്കാർ ജോലി കഴിഞ്ഞ് വരുന്ന സമയമാണ്. പിന്നെ അതുപോലെ തന്നെ മാർക്കറ്റിൽ നമ്മൾ ഇതുപോലെ തന്നെ ഷോപ്പിങ്ങെല്ലാം വരുന്ന ആൾക്കാരും ഉണ്ടാവും. വയ്യോര മാർക്കറ്റിൽ അത്യാവശ്യം സാധനങ്ങളുണ്ടാകും നമ്മളെ ഇവിടുത്തെ അറിയല്ലോ. പിന്നെ ലോക്കൽ മീഡിയസ് ഉണ്ട് കുറേ, അവരോട് സംസാരിക്കുന്നതാണ്. ഞാൻ അവരോട് സംസാരിക്കുന്നതായിരുന്നു. നമ്മളെ ഇലക്ഷനെ പറ്റി, മറ്റേ ബീഹാർ ഇലക്ഷനെ പറ്റും, SIR-ഉം പിന്നെ എന്താ പറയുക, നമ്മളെ വോട്ട് ചോരി അതിനെ പറ്റിയല്ലോ സംസാരിക്കുന്നത്. അത്യാവശ്യം ഹിന്ദി സംസാരിക്കാൻ കുറച്ച് നേരം അവരോട് സംസാരിക്കും കൂടി നിന്നാണ്. അന്നേരമാണ് ഇത് കേൾക്കുന്നത്. ഒരു 10 മിനിറ്റ് മുന്നേ അത് ചിലപ്പോൾ നമ്മൾ അതിൽ ഒരാളാവും. വീട്ടിൽ വിളിച്ചോ? ഞാനല്ല, ഫസ്റ്റ് കുറച്ച് സമയം ഇതിൻ്റെ ഷോക്കിൽ ഒരു 10 മിനിറ്റ് അവിടെ ഇരുന്ന് അത് പിന്നെ ചെയ്ത വീട്ടിൽ വിളിക്കുകയാണ്. വീട്ടിൽ വിളിച്ചിട്ട് സംഭവം പറഞ്ഞു, ഇങ്ങനെ സംഭവം നടന്നിട്ടുണ്ട്. ന്യൂസിലൊന്നുമില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ന്യൂസ് വരാൻ ആക്കില്ല, ഇപ്പോഴാണ് നടന്ന സംഭവം, ന്യൂസിൽ വരാൻ ആക്കില്ല. എന്താ സമയം ഇങ്ങനെ ഒരു സംഭവമാണ്, ബോംബ് പൊട്ടിയതാണ് പറയുന്നത്. പിന്നെ പറയുന്നുണ്ട് വണ്ടീൻ്റെ ഗ്യാസ് പൊട്ടി, എന്താണെന്ന് അറിയില്ല. ആ കറക്റ്റ് ഇതാണ് അറിയാൻ പറ്റൂ. അപ്പോൾ എനക്കൊരു പ്രശ്നമൊന്നുമില്ല. കാരണം ഇതിൻ്റെ നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ അറിയില്ലല്ലോ. കാരണം വേറെ എന്താ പറയുക, നെറ്റ്വർക്കിൻ്റെ പ്രശ്നം ഉണ്ടല്ലോ. അതുകൊണ്ട് എനക്കൊന്നും പറ്റിയില്ല, നിങ്ങൾ ടെൻഷൻ അടിക്കരുത്, വേറെ കുഴപ്പമൊന്നും. ഏതായാലും ഇതാണ് അനീഷിന് പറയാനുള്ളത് ഈ ഘട്ടത്തിൽ. അതായത് അനീഷ് നിൽക്കുന്ന സമയത്താണ് ഈ ഒരു
സ്ഫോടനം പ്രശാന്ത്, അനീഷിന്റെ വാക്കുകളിൽ വ്യക്തമാണ് വലിയൊരു തീഗോളം പോലെ അത് കണ്ട് വലിയ ഞെട്ടലുണ്ടാകുന്നു എന്നൊക്കെ അനീഷ് പ്രതികരിച്ചു. അതുകൊണ്ടൊക്കെ തന്നെ ഇതൊരു അട്ടിമറിയാണെന്നുള്ള സംശയവും ബലപ്പെടുന്നുണ്ടല്ലോ. ഈ സ്ഫോടന കാരണം സംബന്ധിച്ച് എന്തെങ്കിലും വിവരം പോലീസ് അല്ലെങ്കിൽ ഒരു ഔദ്യോഗിക വിശദീകരണം നമുക്ക് ഇതിനകം ലഭ്യമായിട്ടുണ്ടോ? ഷിജ, അക്കാര്യത്തിലൊരു വ്യക്തതയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ഡൽഹി പോലീസ് കമ്മീഷണർ മാത്രമാണ് ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം നൽകിയത്. ആ സ്ഥിരീകരണം എന്ന് പറയുന്നത് ഈ പറയുന്ന പോലെ ഒരു വാഹനം വളരെ പതിയെ ഈ റെഡ് ലൈറ്റിന് സമീപത്തേക്ക് എത്തുന്നു, ആ വാഹനം പെട്ടെന്ന് പൊട്ടിത്തെറിക്കുകയായിരുന്നു എന്നുള്ളതാണ്. എന്താണ് അതിന് പിന്നിലെ ED ആയിരുന്നു തരത്തിലുള്ള ചില റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതൊരു ഊഹാപോഹം മാത്രമാണ്. ആ സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഇത്തരം ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് പ്രധാനമായും പരിശോധിക്കുകയും അന്വേഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത്. ഏതായാലും നിർണായക പരിശോധനകൾ നടക്കുന്നു. പ്രത്യേക സംഘം ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നുണ്ട്. അതായത് ഓരോ കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഓരോ അന്വേഷണ സംവിധാനത്തിന്റെയും ഭാഗമായുള്ള ഉദ്യോഗസ്ഥരും സേനാ വിഭാഗങ്ങളും ഈ പ്രദേശത്തേക്ക് പൂർണ്ണമായും എത്തുകയാണ്. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടുകൂടി ഈ വിഷയം കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ബന്ധപ്പെട്ട അന്വേഷണ ഏജൻസികളും ഏറ്റെടുത്തിരിക്കുന്നു. കാരണം ഒന്ന് അതീവ സുരക്ഷാ മേഖലയാണ്. അതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഇന്നത്തെ ദിവസം ഏറ്റവും അധികം വലിയ തരത്തിലുള്ള റെയ്ഡുകൾ നടക്കുന്നു. കൂടുതൽ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നു. പ്രത്യേകിച്ച് തീവ്രവാദ ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ള നിരവധി ആളുകൾ അറസ്റ്റിലായ ദിവസമാണ്. 3000 കിലോ സ്ഫോടക വസ്തുക്കൾ രാജ്യത്താകെ പിടിച്ചെടുത്ത ദിവസമാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിലേറ്റവും ശ്രദ്ധേയം 360 കിലോ അമോണിയം നൈട്രേറ്റ്. ഹരിയാന എന്ന് പറയുന്നത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനമാണ്. ഏറെ ദൂരെയല്ല. അതുകൊണ്ട് തന്നെ 23 കിലോമീറ്റർ മാത്രം ദൂരത്തിൽ നിന്നാണ് അമോണിയം നൈട്രേറ്റ് പിടിച്ചെടുത്തത്. ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു സംഭവം കൂടി ഉണ്ടായത്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയധികം ഗൗരവം ഈ വിഷയത്തിന് വരികയും ചെയ്തത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടായ ഒരു പൊട്ടിത്തെറിയാണ്. അതിനപ്പുറത്തേക്കുള്ളൊരു വലിയ തരത്തിലുള്ള ഒരു ഗുരുതര സ്വഭാവം വരുന്നത്. ഈ പറഞ്ഞതുപോലെ തന്നെ ഏഴ് പേരെയാണ് തീവ്രവാദ സംവിധാനങ്ങളുമായി ബന്ധമുള്ളവരെ പിടിച്ചത്. അതിൽ തന്നെ 2 പേർ ജെയ്ഷെ മുഹമ്മദിന്റെ മറ്റു തരത്തിലുള്ള പോസ്റ്ററുകളും മറ്റും പ്രചരിപ്പിക്കുകയും കേസുകൾ എടുക്കുകയും ഒക്കെ ചെയ്തതാണ്. ഇവർക്കെതിരെ UAPA ചുമത്തുവെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം ഒരു സംഭവം. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ തുടർച്ചയായുള്ള ഭീകരാക്രമണ പദ്ധതികൾ നമ്മുടെ സൈന്യവും പോലീസും ഒക്കെ തകർക്കുന്നു. അതിനിടയിൽ ഇത്തരം ഒരു സ്ഫോടനം ഉണ്ടായത് ഞെട്ടിപ്പിക്കുന്നത് തന്നെയാണ്. ഒരാൾ കസ്റ്റഡിയിലായിട്ടുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ടല്ലോ. ഇതിന് എത്രത്തോളം സ്ഥിരീകരണമുണ്ട് പ്രശാന്ത്? ഷീജ, ഇക്കാര്യത്തിൽ ഒരു ഔദ്യോഗിക സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെ കാര്യങ്ങൾ എത്തിയിട്ടില്ല. പ്രത്യേകിച്ച് കേന്ദ്ര അന്വേഷണ ഏജൻസികളോ അതുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളോ ഇത് സംബന്ധിച്ച് ഒരു വിവരങ്ങളും ഈ ഘട്ടത്തിൽ നൽകുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കാരണം അങ്ങനെ ഒരു വിവരം പുറത്തേക്ക് വിടാവുന്ന ഒരു സാഹചര്യത്തിലല്ല ഈ അന്വേഷണം മുന്നോട്ട് പോകുന്നത്. കാരണം എന്തെങ്കിലും ഒരു തരത്തിലുള്ള ഒരു പ്രാഥമിക വിവരങ്ങളെങ്കിലും ഈ ഘട്ടത്തിൽ പങ്കുവെക്കണമെങ്കിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ടാണ് കാര്യങ്ങൾ വ്യക്തമാക്കുന്നത്. കാരണം അദ്ദേഹം തന്നെയാണ് നേരത്തെ ഇക്കാര്യങ്ങൾ തിരിച്ചു. മാത്രമല്ല വേഗത്തിൽ ഇതിന്റെ ഒരു പ്രാഥമിക റിപ്പോർട്ടെങ്കിലും പുറത്തുവിടാനുള്ള ഒരു നീക്കമാണ് പ്രധാനമായും ഇപ്പോൾ ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഏജൻസികൾ ഒന്നിച്ചിവിടേക്ക് എത്തി ഒരു അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയി പരിശോധന മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്യുന്നത്. ആ പരിശോധനയാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഏതായാലും വലിയ അന്വേഷണം എന്ന നിലയിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. കൂടുതൽ സേനാ വിഭാഗങ്ങൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. CRPF ഉണ്ട്, ഒപ്പം തന്നെ മറ്റ് സേനാ വിഭാഗങ്ങളുണ്ട്, NSG. ഏതായാലും അതായത് തീവ്രവാദ വിരുദ്ധ സേനയുടെ ഭാഗത്തു നിന്നടക്കം അവരൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ അന്വേഷണം ഡൽഹി ക്രൈംബ്രാഞ്ചിനാണ് കൈമാറിയിട്ടുള്ളത്. അവർ അന്വേഷണം നടത്തിയ ശേഷം കൂടുതൽ വിവരങ്ങൾ കൈമാറും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ അറിയാൻ കഴിയുന്നത്. അന്വേഷണ ചുമതല അവർക്ക് കൈമാറിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അദ്ദേഹം ആശുപത്രിയിലെത്തി നിലവിൽ പരിക്കേറ്റ ആളുകളെ കണ്ടെത്തുന്നുണ്ട്. ഈ മരണം സംബന്ധിച്ചും ഇപ്പോഴും ഈ ഒരു ഔദ്യോഗിക വിവരങ്ങൾ നൽകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് ഈ സ്ഫോടനമുണ്ടായി, അതായത് ഈ പൊട്ടിത്തെറിച്ച സ്ഥലത്തുണ്ടായിരുന്ന വാഹനത്തിന്റെ ചില ഭാഗങ്ങളാണ്. ആ ഭാഗങ്ങളാണ് ഇപ്പോൾ ഈ തറയിൽ ഇവിടെ വെച്ചിട്ടുള്ള. ഇതിനപ്പുറത്തേക്ക് കുറച്ച് ഭാഗങ്ങൾ കൂടിയുണ്ട്. അവിടേക്ക് നിലവിൽ മാധ്യമങ്ങൾക്ക് പ്രവേശനമില്ല. കാരണം ഫോറൻസിക്കിന്റെ അടക്കം പരിശോധനകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം ഭീകരമായിരുന്നു ആ പൊട്ടിത്തെറി എന്നുള്ളതിന്റെ സൂചന ഈ ഇതിലുണ്ട്. ഇതൊരു വാഹനത്തിന്റെ മുൻവശത്തെ പാളി തകർന്നു വീണതാണ്. പൂർണ്ണമായും അത് പൊട്ടിത്തെറിച്ച് തകർന്നു പോയൊരു ഭാഗം നമുക്ക് കാണാൻ കഴിയുന്നത്. അത്രയധികം ഭീകരമായ ശബ്ദത്തോടുകൂടി 3 തവണ പൊട്ടിത്തെറി ഉണ്ടായി എന്നുള്ളതാണ് ദൃക്സാക്ഷികൾ തന്നെ വ്യക്തമാക്കിയത്. നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ അനീഷ് വളരെ ഞെട്ടലോടുകൂടി തന്നെ അനീഷ് ഇതിന് തൊട്ടടുത്തുണ്ട്. എന്ന് വെച്ചാൽ ഈ
റെഡ് ഫോർട്ടിന് തൊട്ടടുത്ത് റെഡ് സിഗ്നൽ, ആ മെയിൻ റോഡിന് സമീപം റെഡ് സിഗ്നൽ ഉണ്ട്. അതിന് തൊട്ടടുത്താണ് ലാൽ കില മെട്രോ സ്റ്റേഷന്റെ ഒന്നാമത്തെ ഗേറ്റ്. അതിന് സമീപം തന്നെയാണ് അനീഷ് ഉണ്ടായിരുന്നത്. അവിടെയാണ് ഈ പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ആ ഞെട്ടൽ ഇപ്പോഴും അനീഷിന്റെ ഉള്ളിലുണ്ട്. ഇവിടെ കൂടി നിന്ന അതായത് നേരിട്ട് ഇത് അനുഭവിച്ച നിരവധി ആളുകളുണ്ട്. പരിക്കേറ്റവരുടെ എണ്ണം സംബന്ധിച്ച് പോലും ഇപ്പോഴും ഒരു കൃത്യമായ എണ്ണത്തിലേക്ക് എത്തിയിട്ടില്ല. കാരണം 24 പേർക്ക് പരിക്കേറ്റു എന്നൊരു പ്രാഥമിക വിവരം മാത്രമാണ് തീർച്ചയായും പ്രശാന്ത്, അവരെ കുറിച്ചൊക്കെ അറിയേണ്ടതായിട്ടുണ്ട്. ഈ സ്ഫോടനത്തിന്റെ ആഘാതത്തിൽ മീറ്ററുകൾ അകലെ പാർക്ക് ചെയ്തിരുന്ന വാഹനങ്ങളുടെ ഗ്ലാസുകൾ അടക്കം തകർന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. അത്രത്തോളം വലിയൊരു സ്ഫോടനമാണ് നടന്നത് എന്നത് നമുക്ക് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പ്രതികരണം വന്നിട്ടുണ്ട്. സ്ഫോടനത്തിൽ പഴുതടച്ച അന്വേഷണം നടത്തുമെന്നാണ് അദ്ദേഹം അറിയിച്ചത്. എല്ലാ വശങ്ങളും പരിശോധിക്കും, CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുകയാണെന്നും അമിത്ഷാ പറഞ്ഞു. दिल्ली में लाल किले के पास सुभाष मार्ग ट्रैफिक सिग्नल पर I-20 हुंडई गाड़ी में एक ब्लास्ट हुआ है। ब्लास्ट के कारण आसपास की कुछ गाड़ियां और कुछ मार्ग पर जा रहे लोग भी इंजर्ड होने के समाचार हैं। प्राथमिक सूचना जो मिली है उसमें कुछ लोग हताहत भी हुए हैं। ब्लास्ट की सूचना आते ही 10 मिनट में दिल्ली क्राइम ब्रांच, दिल्ली स्पेशल ब्रांच की टीमें स्पॉट पर पहुंची है। NSG और NIA की टीम FSL के साथ अभी गहन जांच करने का शुरू किया है। आसपास के स्थान के सभी CCTV कैमरा और बाकी सब चीज़ों की जांच के आदेश दे दिए हैं। मेरी CP दिल्ली से भी बात हुई है, स्पेशल ब्रांच के इंचार्ज से भी बात हुई है। CP दिल्ली और स्पेशल ब्रांच के इंचार्ज स्पॉट पर मौजूद हैं। हम सभी संभावनाओं को तराश रहे हैं और सभी संभावनाओं को ध्यान में रखकर इसकी गहन जांच की जाएगी। सभी ऑप्शन की तुरंत जांच होकर नतीजा जो आएगा जांच हम जनता के सामने रखेंगे। मैं कुछ ही देर में स्पॉट पर भी जा रहा हूं और अस्पताल में भी मैं അദ്ദേഹം ആശുപത്രിയിലെത്തി സന്ദർശനം നടത്തുകയുണ്ടായി. അദ്ദേഹം സംഭവസ്ഥലത്തെത്തുമെന്നും അറിയിക്കുന്നുണ്ട്. എന്തായാലും ഡൽഹി സ്ഫോടനത്തിൽ മരിച്ചവർക്ക് പ്രധാനമന്ത്രി അനുശോചനം അറിയിച്ചു. പരിക്കേറ്റവർ എത്രയും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നും പ്രധാനമന്ത്രി എക്സിൽ കുറിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും മറ്റ് ഉദ്യോഗസ്ഥരുമായും സ്ഥിതിഗതികൾ അവലോകനം ചെയ്തുവെന്നും പ്രധാനമന്ത്രി അറിയിച്ചു. നേരത്തെ പ്രശാന്തിനൊപ്പം അനീഷ്, ദൃക്സാക്ഷിയായ അനീഷിന്റെ പ്രതികരണം നമ്മൾ കണ്ടു. മറ്റ് ചില ദൃക്സാക്ഷികളുടെ പ്രതികരണങ്ങളിലേക്ക് കൂടി. मेरा नाम है वलीउर रहमान। जिस वक्त ये आवाज आई क्या हुआ? जिस टाइम आवाज आई धमाका हुआ तो मैं दुकान पे बैठा था। पीछे मेरी दुकान है, यहीं पे दुकान है, यहीं पे तो मैं चेयर पे बैठा हुआ था। एकदम से अचानक इतनी तेज धमाका हुआ कि मेरे लाइफ में इतनी तेज मैंने अपनी आवाज के भी नहीं सुना। धमाके के दहल पे मैं 3 बार गिरा हूँ, उठाऊं फिर गिरा हूँ, उठा से धरती फटने वाला है, इतनी तेज धमाका हुई है। ठीक है, तो मैं दुकान छोड़ करके एकदम से भागा। मेरे साथ ही बहुत सारी पब्लिक भागी, एक पे एक पब्लिक गिर रही थी। उस टाइम ऐसा लग रहा था कि हम कुछ पल में दूसरा धमाका हुआ था, हम मरने वाले हैं। ऐसा लग रहा कि हम बचने का चांस, ऐसा लग रहा कि मौत को मुंह से देख रहे हैं, इस तरह से नजारा था। तो मैं भाग करके साइकिल मार्केट भी गया, वहाँ जा करके मैं एक कोल्ड ड्रिंक लिया। 2 बंदे को ने मेरे पे अच्छे से काबू किया, मेरे को समझाया कि हो जाता है। मेरा नाम राजधर पांडे है। क्या हुआ सर, आप क्या बता पाएंगे? कुछ नहीं जी, हम कुछ नहीं, हम ये देखे लपट देखा, अपने छत से देखा, तभी मैं नीचे उतर के आया कि जरा देखूं कहाँ है क्या, और तो पता नहीं किसी तरह की कोई आवाज आपने सुनी? बहुत जोर आवाज आई, बिल्डिंग खिड़की हिल गई, खिड़की हिल गई। आपका घर कितना दूर है? ये रहा गुरुद्वारे के पास। നേരത്തെ സ്ഫോടന സ്ഥലത്തെത്തിയ ഡൽഹി പോലീസ് കമ്മീഷണർ സതീഷ് ഗോൾച്ചയുടെ പ്രതികരണത്തിലേക്ക്. आज करीब 6:52 पे एक यहाँ पे रेड लाइट पे एक स्लो मूविंग व्हीकल जो रेड लाइट की तरफ आके रुका था, उसमें एक ये एक्सप्लोजन हुआ है। उस वक्त गाड़ी के अंदर जो पैसेंजर्स उसके अंदर ही थे, और इस एक्सप्लोजन से जो है आसपास की गाड़ियों में भी क्षति हुई। जैसे ही
इसकी खबर मिली। हम सारी एजेंसीज जो है, दिल्ली पुलिस, FSL, NIA, NSG, उनकी टीम्स यहाँ पे आ चुकी हैं और हालात का जायजा भी ले रही है। हर तरीके से इस जो है एक्सप्लोजन के बारे में जांच की जा रही है और जल्दी ही इसका आकलन करके इसका जो भी रिजल्ट निकलेगा वो आपको बताया जाएगा। इस इंसिडेंट में कुछ लोग को इंजरीज भी आई हैं और कुछ लोगों की डेथ भी हुई है, तो वो अभी हालात का जायजा लिया जा रहा है और एग्जैक्ट फिगर्स जो हैं आपको कुछ ही देर में बता दी जाएंगी। और सिचुएशन को रेगुलरली मॉनिटर किया जा रहा है और गृह मंत्री जी भी जो है उनसे रेगुलरली उनका फ़ोन भी आया था, उनको रेगुलरली ब्रीफ किया जा रहा है और उनको टाइम टू टाइम पूरी सूचना दी जा रही है और आगे जैसे भी हालात होंगे, जो भी नतीजा निकलेगा। ഡൽഹി സ്ഫോടനത്തെ തുടർന്ന് രാജ്യത്തുടനീളം അതീവ ജാഗ്രതാ നിർദ്ദേശമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സാഹചര്യം വിലയിരുത്തി. കെ പ്രശാന്ത് ഒരിക്കൽ കൂടി ചേരുകയാണ്. പ്രശാന്ത്, ഈ സൂചിപ്പിച്ചതുപോലെ വലിയൊരു സ്ഫോടനമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ മാത്രമല്ല സമീപ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഒരു ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് ബീഹാറിൽ, അവിടെ നാളെ തെരഞ്ഞെടുപ്പാണ്. മൊത്തത്തിൽ സ്ഥിതിഗതികൾ എങ്ങനെയാണ്? ശ്രീജയ്, ഇപ്പോൾ ദൃശ്യങ്ങളിൽ നമ്മൾ കാണുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സ്ഥലം സന്ദർശിക്കുന്നതാണ്. നമ്മൾ ആ ദൃശ്യങ്ങളാണ് ഉള്ളത്. ഈ സ്ഫോടനം നടന്ന സ്ഥലത്താണ് ഇപ്പോൾ അമിത്ഷാ നിൽക്കുന്നത്. അദ്ദേഹം ഇപ്പോൾ സ്ഥിതിഗതികൾ, ഉദ്യോഗസ്ഥരുമായി കാര്യങ്ങൾ വിലയിരുത്തി അവരോട് കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞ സാഹചര്യങ്ങൾ വിലയിരുത്തുകയാണ്. ആ ദൃശ്യങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ നേരത്തെ LNGP ആശുപത്രിയിൽ നിന്നാണ്, അവിടെ നിന്നാണ് ഈ സ്ഫോടനം നടന്ന സ്ഥലത്തേക്ക്, അതായത് ചെങ്കോട്ടയ്ക്ക് മുൻവശത്തുള്ള ഈ റെഡ് ലൈറ്റിന്റെ ഭാഗത്തേക്ക് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിനൊപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഉദ്യോഗസ്ഥർ, ഒപ്പം തന്നെ NSDയുടെ കമാൻഡോകൾ, അതോടൊപ്പം തന്നെ മറ്റ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അദ്ദേഹത്തിനൊപ്പമുണ്ട്. ആ ദൃശ്യങ്ങൾ അത് വളരെ കൃത്യമായി തന്നെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ ആഭ്യന്തരമന്ത്രി മാധ്യമങ്ങളെ അവിടെ നിന്ന് മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. അതായത് ആ സ്ഥലം സന്ദർശിച്ച ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച് അദ്ദേഹം മടങ്ങുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം അവിടെ നിന്ന് നടന്ന് നീങ്ങുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇവിടെ നിന്ന് ഇനി തിരിച്ച് അദ്ദേഹം ഒരുപക്ഷെ ഇവിടുത്തെ സാഹചര്യങ്ങൾ പ്രധാനമന്ത്രി ധരിപ്പിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ഇപ്പോൾ അവിടെ നിന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്കും ഡൽഹി പോലീസ് കമ്മീഷണർക്കും ഒപ്പം നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്ഥിതിഗതികൾ അവിടുത്തെ ഉദ്യോഗസ്ഥരുമായും ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥരുമായും ഒപ്പം തന്നെ ദേശീയ അന്വേഷണ ഏജൻസിയുടെ NIAയുടെ അടക്കം ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കി അദ്ദേഹം മടങ്ങുന്നതാണ്. അദ്ദേഹം ഈ വഴിയിൽ, അതായത് റെഡ് ഫോർട്ടിലേക്കുള്ള ഇപ്പുറത്തെ വഴിയല്ല വന്നത്, ചെങ്കോട്ടയ്ക്കുള്ളിലൂടെ അദ്ദേഹം വന്ന് ഈ സ്ഥലം സന്ദർശിച്ച് ഈ സാഹചര്യങ്ങൾ വിലയിരുത്തി മടങ്ങുന്നതാണ് നമ്മൾ കണ്ടത്. ശ്രീജ നേരത്തെ സൂചിപ്പിച്ച കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ രാജ്യത്താകെ തന്നെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരുക്കിയിട്ടുള്ളത് എല്ലാ സ്ഥലങ്ങളിലും, നഗരങ്ങൾ കേന്ദ്രീകരിച്ചും ഗ്രാമപ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷനുകൾ, മെട്രോ സ്റ്റേഷനുകൾ തുടങ്ങി എല്ലാ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചും വലിയ സുരക്ഷയാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത്. കൃത്യമായ പരിശോധന ഇപ്പോൾ എല്ലായിടത്തും നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കൂടുതൽ പരിശോധനകൾ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്തെ എല്ലാ ആഭ്യന്തര വകുപ്പിന് പൂർണ്ണമായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശമുണ്ട്. റെയിൽവേ സ്റ്റേഷനുകൾ, അതുപോലെ തന്നെ മെട്രോ സ്റ്റേഷനുകൾ എല്ലായിടത്തും തന്നെ പരിശോധന നടത്തണം. അത് ഡോഗ് സ്ക്വാഡ് ആണെങ്കിൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ച് തന്നെ പരിശോധന നടത്തുകയും ആവശ്യമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണം. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കേരളം, ബീഹാർ, ഹരിയാന ഉൾപ്പെടെയുള്ള നിരവധി സംസ്ഥാനങ്ങളിലാണ് ഇപ്പോൾ പരിശോധന. ബീഹാറിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ ബീഹാർ പോളിംഗ് ബൂത്തിലേക്ക്, രണ്ടാം ഘട്ട പോളിംഗിലേക്ക് എത്തുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ സുരക്ഷ നിലവിൽ ഉണ്ട്. അതിന് പുറമെയാണ് ഇത്തരമൊരു സാഹചര്യം. നേരത്തെ ഉത്തർപ്രദേശിന്റെ ATS കൂടി, തീവ്രവാദ വിരുദ്ധ സേന കൂടി ഇവിടേക്ക് എത്തിയ ഒരു കാഴ്ച കൂടി നമ്മൾ കണ്ടിട്ടുണ്ട്. കാരണം ഓരോ സംസ്ഥാനത്തെ, ഹരിയാന, ഉത്തർപ്രദേശ്, ഈ രണ്ട് സംസ്ഥാനങ്ങൾ എന്ന് പറയുന്നത്, പഞ്ചാബ്, ഈ മൂന്ന് സംസ്ഥാനങ്ങൾ ഡൽഹിയുമായി തൊട്ടടുത്ത് കിടക്കുന്ന സംസ്ഥാനം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഹരിയാനയും ഒപ്പം തന്നെ ഉത്തർപ്രദേശുമാണ്. കാരണം നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ജെയ്ഷ് ഇ മുഹമ്മദുമായി ബന്ധമുള്ള തീവ്രവാദ സ്വഭാവമുള്ള, അവരുമായി ചേർന്ന് പ്രവർത്തിച്ചിരുന്ന ഭീകരവാദികളെന്ന് സംശയിക്കുന്ന ആളുകളൊക്കെ തന്നെ പിടികൂടിയത് ഉത്തർപ്രദേശിലെ സഹാറൻപൂരിൽ നിന്നും അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ നിന്ന്, അംബാല അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്തരമൊരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. ഏതായാലും സ്വാഭാവികമായും അക്കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിച്ച്
ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് ഉത്തർപ്രദേശ് ATS അടക്കം ഇപ്പോൾ ഇവിടേക്ക് എത്തിയിട്ടുള്ളത്. അവരടക്കം പരിശോധന നടത്തി. ആ പരിശോധന പൂർത്തിയായ ശേഷമായിരിക്കും ഒരു തുടർ നടപടികൾ ഉണ്ടാവുക. ഏതായാലും രാജ്യം അതീവ ജാഗ്രതയിലാണ്. അത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് മാത്രമല്ല, കാരണം അത്രയും വളരെ തന്ത്രപ്രധാനമായ ഒരു സ്ഥലത്താണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത്. അതിന് പിന്നിൽ എന്താണെങ്കിലും അതിപ്പോൾ സ്വാഭാവികമായ ഒരു സ്ഫോടനമാണെങ്കിൽ പോലും സ്വാഭാവികമായും അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ വ്യക്തമാകുന്നത്. ഏതായാലും അത് സംബന്ധിച്ചുള്ള അന്വേഷണമാണ് പുരോഗമിക്കുന്നത്. ഇനിയിപ്പോൾ ഏറെ വൈകിയാണെങ്കിലും ഒരു നിലവിലെ സുരക്ഷാ കാര്യങ്ങൾ സംബന്ധിച്ചൊരു യോഗം കൂടി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ സാഹചര്യങ്ങൾ ഇപ്പോൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി നേരിട്ട് വിലയിരുത്തി വിശദമാക്കി പോയതാണ്. അതുകൊണ്ട് തന്നെ വിശദമായ യോഗം ചേർന്ന് ഏത് തരത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിക്കും. അതിനുള്ള നടപടികളാണ് ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. ശ്രീജ, തീർച്ചയായും പ്രശാന്ത്, നേരത്തെ അനീഷ പ്രതികരിക്കുകയുണ്ടായി. വലിയ സ്ഫോടനം നടന്ന സമയത്ത് അവിടെ നിരവധി ആളുകൾ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ പരിക്കേറ്റവരുടെ എണ്ണവും വളരെ കൂടുതലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ പരിക്കേറ്റ ആളുകളെ ആഭ്യന്തരമന്ത്രി പോയി കണ്ടിരുന്നു. അദ്ദേഹം സ്ഥിതിഗതികൾ അവിടെ വിലയിരുത്തുകയുണ്ടായി. അവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയാണ്? 24 പേർക്കാണ് പരിക്കേറ്റത് എന്നുള്ളതാണ് ഒരു പ്രാഥമിക വിവരമായി, അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് ലഭിക്കുന്നവരോ. ഇതിൽ തന്നെ 3 പേരുടെ നില ഗുരുതരമാണ്. ബാക്കിയുള്ളവരെല്ലാം തന്നെ അവരുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ആവശ്യമായ മുഴുവൻ സഹായങ്ങളും സംവിധാനങ്ങളും ചികിത്സാ സംവിധാനങ്ങളും എല്ലാം തന്നെ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ തന്നെ ഉറപ്പാക്കിയിട്ടുണ്ട്. LNJP ആശുപത്രിയിലാണ് ഇവരെല്ലാവരും ചികിത്സയിലുള്ളത്. അവരെയാണ് നേരിട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി കണ്ട് ആരോഗ്യ വിവരങ്ങൾ തിരക്കിയത്. ആവശ്യമായ മുഴുവൻ ചികിത്സയും സർക്കാരിന്റെ സംവിധാനത്തോടുകൂടി തന്നെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മരണസംഖ്യ സംബന്ധിച്ചുള്ള ഒരു വ്യക്തതയാണ് ഇനി ഉണ്ടാകേണ്ടത്. നേരത്തെ സൂചിപ്പിച്ച പോലെ, അനീഷ് പറഞ്ഞതുപോലെ മാത്രമല്ല, സ്വാഭാവികമായും ഡൽഹിയെ സംബന്ധിച്ച് ഏറ്റവും ആളുകൾ വന്നുകൂടുന്ന ഒരു സ്ഥലമാണ് ഈ റെഡ് ഫോർട്ട് ചെങ്കോട്ട എന്ന് പറയുന്നത്. അതിൽ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, റെഡ് ഫോർട്ട് കാണാൻ വരുന്ന വിനോദസഞ്ചാരികളുണ്ട്. അവർ ഇവിടെ വന്ന് റെഡ് ഫോർട്ട് കണ്ട് മാത്രമല്ല മടങ്ങുന്നത്. തൊട്ടടുത്ത് ഇവിടെ ചാന്ദിനി ചൗക്ക് മാർക്കറ്റാണ്. ഈ മാർക്കറ്റിന് 2 പ്രത്യേകത. ഒന്ന്, ഒരു വശത്ത് ഇന്ത്യയിൽ എവിടെ കിട്ടുന്ന ഇലക്ട്രോണിക് ഉപകരണങ്ങളും വളരെ വില കുറച്ച്, അത് ഇലക്ട്രിക്കൽ ഉപകരണമാണെങ്കിലും അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളാണെങ്കിലും വില കുറച്ച് കിട്ടുന്നൊരു സ്ഥലം കൂടിയാണ് ഈ ചാന്ദിനി ചൗക്ക് മാർക്കറ്റ്. തൊട്ടടുത്ത തുണിത്തരങ്ങളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ തന്നെ, ഒരുപക്ഷെ ക്യാമറയുടെ ലെൻസ് അടക്കമുള്ള മറ്റ് സംവിധാനങ്ങളും ഒക്കെ കിട്ടുന്ന മാർക്കറ്റുകളാണ്. അത് ഡൽഹിയിൽ ഏറ്റവും കുറഞ്ഞ പൈസയ്ക്ക് കിട്ടുന്ന ഒരു സ്ഥലം കൂടിയാണ്. അതുകൊണ്ട് തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് നിരവധി ആളുകൾ ഇവിടേക്ക് എത്തി സാധനങ്ങൾ വാങ്ങിപ്പോകുന്ന ഒരു സ്ഥലം കൂടിയാണ് ഈ ചാന്ദിനി ചൗക്ക്. അതുകൊണ്ടാണ് എപ്പോഴും ജനനിബിഡമായിരിക്കും, ജനസാഗരമെന്ന് തന്നെ നമുക്ക് പറയാവുന്ന അത്രയും തിരക്കുണ്ടാവും. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, സ്വാഭാവികമായും ഈ ഒരു ഘട്ടത്തിൽ വലിയ തരത്തിൽ ജനങ്ങൾ എത്തുന്നത് ഇത് തണുപ്പിന്റെ ഒരു സമയമാണ്. ശൈത്യകാലമായതുകൊണ്ട് തന്നെ ജാക്കറ്റുകളും മറ്റ് സംവിധാനങ്ങളും ഒക്കെ വാങ്ങാനായി നിരവധി ആളുകൾ എത്തുന്ന ഒരു സമയം കൂടിയാണ്. അതുകൊണ്ട് അതിൻ്റെതായ ഒരു തിരക്ക് കൂടി ഉണ്ടാകുമെന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. അങ്ങനെ 2 തരത്തിലാണ് ഈ തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നത്. തൊട്ടടുത്ത മെട്രോ സ്റ്റേഷനാണ് ലാൽക്കില. അതിന്റെ 1-ാം നമ്പർ ഗേറ്റിനും റെഡ് ലൈറ്റിനും സമീപത്തുമാണ് ഈ സ്ഫോടനം ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഈ കാണുന്ന ഒരു സുരക്ഷ സാധാരണഗതിയിലാണെങ്കിൽ പോലും ഇവിടെ വലിയ സുരക്ഷയാണ്. CRPFന്റെ സുരക്ഷയുണ്ട്. ഒപ്പം തന്നെ വാഹനങ്ങൾ ഈ മാർക്കറ്റിനുള്ളിലേക്ക് കടത്തിവിടാതെ ഗേറ്റുകൾ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഉണ്ടാവുക. സാധാരണ ആളുകൾക്ക് നമുക്ക് നടന്ന് മാത്രമേ അവിടേക്ക് പോകാൻ കഴിയുള്ളൂ. ഇത്ര മണിക്ക് ശേഷം മാത്രമാണ് വാഹനങ്ങൾക്ക് പ്രവേശനം. അങ്ങനെ കൃത്യമായ സുരക്ഷാ സംവിധാനങ്ങളുണ്ട്, നിയന്ത്രണങ്ങളുണ്ട്. ഇങ്ങനെയുള്ള നിയന്ത്രണങ്ങളുള്ള സ്ഥലത്താണ് ഇത്തരമൊരു സ്ഫോടനം ഉണ്ടായത്. എന്തായാലും പ്രശാന്ത് സൂചിപ്പിച്ച പോലെ വരും മണിക്കൂറുകളൊക്കെ ഇനി നിർണായകം തന്നെയാണ്. കാരണം എന്താണ് സംഭവിച്ചത് എന്നത് ഇനി പരിശോധനകളിലൂടെയൊക്കെ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. വരും മണിക്കൂറുകളിൽ അത് അറിയാൻ സാധിക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എന്തായാലും ഡൽഹി സ്ഫോടനത്തിന് പിന്നാലെ കേരളത്തിലും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ് എന്നിവിടങ്ങളിലൊക്കെ പരിശോധന നടക്കുകയാണ്. ആതിര രാധാകൃഷ്ണൻ ചേരുകയാണ്. ആതിര, ശക്തമായ പരിശോധന തന്നെയല്ലേ കേരളത്തിൽ പലയിടങ്ങളിലും നടക്കുന്നത്? ശ്രീജ, ഈ ഡൽഹി സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ കേരളത്തിലെ പലയിടങ്ങളിലും കർശനമായിട്ടുള്ള പരിശോധനയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്, ഇപ്പോൾ പുരോഗമിക്കുന്നത്. കേരള പോലീസ് മേധാവി സംസ്ഥാനത്തൊക്കെ തന്നെ ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങൾ, പ്രത്യേകിച്ച് റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, അതുപോലെ തന്നെ ആരാധനാലയങ്ങൾ തുടങ്ങിയ ആളുകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ കർശനമായ പരിശോധന നടത്തണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തിരുവനന്തപുരത്ത് സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലൊക്കെ തന്നെ കർശനമായ രീതിയിൽ ഇപ്പോൾ പരിശോധന പുരോഗമിക്കുന്നത്. സംശയാസ്പദമായിട്ടുള്ള രീതിയിൽ കാണുന്നവരെ ഒക്കെ തന്നെ കൃത്യമായ രീതിയിൽ പരിശോധിച്ച് അവരുടെ രേഖകൾ ഉൾപ്പെടെ പരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്ക് അവരെ പറഞ്ഞയക്കുന്നത്. അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്ന് കയറുന്നവരുടെയും ട്രെയിനിൽ നിന്ന് ഇറങ്ങുന്നവരുടെയും ബാഗുകൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയതിനു ശേഷമാണ് ഈ റെയിൽവേ സ്റ്റേഷന് പുറത്തേക്കായാലും പറഞ്ഞയക്കുന്നതൊക്കെ തന്നെ കൃത്യമായ രീതിയിൽ ആളുകളുടെയും അതുപോലെ തന്നെ രാത്രികാലങ്ങളിലും ഈ ആളുകൾ കൂടുന്ന സ്ഥലങ്ങളിലും ഒക്കെ തന്നെ പോലീസ് പെട്രോളിംഗ് ഉൾപ്പെടെ ശക്തമാക്കിയിട്ടുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ
സംസ്ഥാനത്തുടനീളം എല്ലാ വിധത്തിലുള്ള റെയിൽവേ സ്റ്റേഷൻ അതുപോലെ തന്നെ ബസ് സ്റ്റോപ്പുകൾ ആളുകൾ കൂടുന്ന ഇടങ്ങളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള കർശനമായ രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ബാഗുകൾ ഉൾപ്പെടെ കൃത്യമായ രീതിയിൽ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഡോഗ് സ്ക്വാഡ് ഉൾപ്പെടെ അണിനിരത്തിക്കൊണ്ടാണ് പോലീസിന്റെയും അതുപോലെ തന്നെ സുരക്ഷാ സേനയുടെയും ഒക്കെ തന്നെ പരിശോധന പുരോഗമിക്കുന്നത്. റെയിൽവേ സ്റ്റേഷനുകളിൽ വന്നിറങ്ങുന്നവരുടെയും ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നവരുടെയും ബാഗുകളും അവരുടെ സംശയം തോന്നുന്നവരുടെ രേഖകളും ആധാർ കാർഡുകളും ഉൾപ്പെടെ നോക്കി അതിനുശേഷം മാത്രമാണ് അവരെ പുറത്തേക്ക് പറഞ്ഞേക്കുന്നത് ഉൾപ്പെടെ ഈ സംസ്ഥാനത്തെ റെയിൽവേ സ്റ്റേഷൻ മൊത്തത്തിൽ സംസ്ഥാനത്തിലെ എല്ലായിടങ്ങളിലും കൃത്യമായ രീതിയിലുള്ള പരിശോധനയാണ് നിലവിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അല്പസമയം മുമ്പ് ഇവിടെ ട്രെയിൻ വന്നിറങ്ങിയ സമയത്ത് ഒക്കെ തന്നെ കൃത്യമായ രീതിയിലുള്ള പരിശോധനയൊക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നു. നിലവിൽ ഏതായാലും ഈ ഡൽഹി സ്ഫോടനത്തിന്റെ ഭാഗമായുള്ള പരിശോധന കേരളത്തിലും ശക്തമായ രീതിയിൽ പുരോഗമിക്കുകയാണ്. ശരിയാതിര, കേരളത്തിലും ശക്തമായ ജാഗ്രതാ നിർദ്ദേശം, പരിശോധന. നേരത്തെ ഡൽഹി ഹരിയാന അതിർത്തിയിൽ വൻ ഭീകരാക്രമണ പദ്ധതി പോലീസ് ഇന്ന് തകർത്തിരുന്നു. ജമ്മു കശ്മീരിൽ നിന്നുള്ള 2 ഡോക്ടർമാരാണ് ഫരീദാബാദിൽ പിടിയിലായത്. ഒരാളിൽ നിന്ന് 360 കിലോ അമോണിയം നൈട്രേറ്റും തോക്കുകളും പിടിച്ചെടുത്തു. ജമ്മു കശ്മീരിൽ തീവ്രവാദ ബന്ധമുള്ള 7 പേരെയും അറസ്റ്റ് ചെയ്തു. ജെയ്ഷെ മുഹമ്മദുമായി ബന്ധമുള്ളവരാണ് അറസ്റ്റിലായത്. 2900 കിലോ സ്ഫോടക വസ്തുക്കളും പിടികൂടി. ജമ്മു കാശ്മീർ പോലീസും ഹരിയാന പോലീസും സംയുക്തമായി നടത്തിയ നീക്കത്തിനൊടുവിലാണ് ജെയ്ഷെ മുഹമ്മദ് അനുയായികളായ 2 ഡോക്ടർമാരെ പിടികൂടിയത്. ഒരാളെ അംബാല റോഡിലെ സാഗരൻപൂരിൽ നിന്നും മറ്റൊരാളെ ഫരീദാബാദിൽ നിന്നുമാണ് പിടികൂടിയത്. ഫരീദാബാദിൽ നിന്നും പിടിയിലായ ഡോക്ടർ മുസമിൽ നിന്ന് 360 കിലോ അമോണിയം നൈട്രേറ്റ്, 2 തോക്കുകൾ, മറ്റായുധങ്ങൾ എന്നിവ പിടിച്ചെടുത്തു. രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പരിശോധനയ്ക്കൊടുവിലാണ് ഇയാളെ സംയുക്ത സേന പിടികൂടിയത്. ലോക്കറിൽ സൂക്ഷിച്ച നിലയിലായിരുന്നു ആയുധവും സ്ഫോടക വസ്തുക്കളും. മറ്റൊരു ഡോക്ടർ ആദിൽ അഹമ്മദിനെ സാഗരൻപൂരിൽ നിന്നാണ് പിടികൂടിയത്. 1 Carencop assault rifle with 3 magazines and 83 live rounds, 1 pistol with 8 live rounds, 2 empty cartridges, 2 additional magazines. इसके अलावा 8 बड़े सूटकेसेस हैं, 4 छोटे सूटकेसेस हैं, प्लस 1 बकेट, जिनसे अप्रोक्सीमेटली 360 kg जो है ഇൻഫ്ലേമബിൾ മെറ്റീരിയൽ ബരാമദ് हुआ है, जो कि सस्पेक्टेड अमोनियम नाइट्रेट है. അനന്തനാഗിലെ സർക്കാർ മെഡിക്കൽ കോളേജിൽ നിന്ന് AK-47 തോക്കുകളും സ്ഫോടക വസ്തുക്കളും കണ്ടെത്തിയിരുന്നു. ഇതിന്റെ തുടർച്ചയായി നടത്തിയ അന്വേഷണത്തിലാണ് ഇവർ പിടിയിലായത്. എന്തായിരുന്നു ഭീകരരുടെ ലക്ഷ്യമെന്നറിയാൻ ചോദ്യം ചെയ്യൽ തുടരുകയാണ്. നിലവിൽ ഇവർക്കെതിരെ UAPA ഉൾപ്പെടെയുള്ള വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. കാശ്മീർ താഴ്വരയിൽ ജെയ്ഷെ മുഹമ്മദ് അനുകൂല പോസ്റ്ററുകൾ ഇട്ടതിന്റെ പേരിൽ ആദിലിനെതിരെ നേരത്തെ കേസെടുത്തിരുന്നു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. എന്നാണ് കേരളത്തിൽ തദ്ദേശ തെരഞ്ഞെടുപ്പ്? ഉത്തരമായിരിക്കുന്നു. അടുത്ത മാസം 9-നും 11-നും 2 ഘട്ടമായിട്ടാണ് തെരഞ്ഞെടുപ്പ്. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെ ഡിസംബർ 9-നും തൃശൂർ മുതൽ കാസർഗോഡ് വരെ 11-നുമാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13-നാണ്. തെരഞ്ഞെടുപ്പ് തീയതി കൂടി പ്രഖ്യാപിച്ചതോടെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് സംസ്ഥാനം പൂർണ്ണ സജ്ജമായി കഴിഞ്ഞു. 2 ഘട്ടങ്ങളായാണ് ഇത്തവണയും തെരഞ്ഞെടുപ്പ് നടക്കുക. തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ആദ്യഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 9-ന് നടക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 2ാം ഘട്ട വോട്ടെടുപ്പ് ഡിസംബർ 11-ന് നടക്കും. ഡിസംബർ 13-നാണ് വോട്ടെണ്ണൽ. നവംബർ 14-ന് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറത്തിറക്കും. നവംബർ 14 മുതൽ നവംബർ 21 വരെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം. നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നവംബർ 22-നും പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 24-നുമാണ്. തെരഞ്ഞെടുപ്പ് പ്രക്രിയ പൂർത്തിയാക്കാനുള്ള അവസാന തീയതി ഡിസംബർ 18-നാണ്. അതേസമയം സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഇന്നു മുതൽ നിലവിൽ വന്നു. ജാതിമതത്തിന്റെ പേരിൽ വോട്ട് ചോദിക്കരുതെന്നും ഔദ്യോഗിക സ്ഥാനം പ്രചരണത്തിന് ഉപയോഗിക്കരുതെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. മട്ടന്നൂർ നഗരസഭ ഒഴികെയുള്ള 1199 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആകെ 23,576 വാർഡുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടക്കുക. രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. തദ്ദേശ പോരിന് മുന്നണികളും റെഡിയാണ്. മത്സരചിത്രം ഏറെക്കുറെ തെളിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിലെ 93 സീറ്റുകളിൽ LDF സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 70 സീറ്റുകളിൽ CPM ആണ് മത്സരിക്കുന്നത്. പ്രമുഖരെയും യുവാക്കളെയും ഒക്കെയാണ് കളത്തിലിറക്കിയിരിക്കുന്നത്. തലസ്ഥാനം പിടിക്കാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഇത്തവണ ഇല്ല. അതേസമയം പാർട്ടി തനിക്ക് നൽകിയ പിന്തുണ വൈകാരികമായൊരു പോസ്റ്റിലൂടെ അറിയിക്കുകയാണ് ആര്യ. 101 സ്ഥാനങ്ങളിൽ 93
പേരുടേതാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെടുന്നത്. ഘടകകക്ഷികളെ സംബന്ധിച്ചിടത്തോളം പൊതുവെ ഞങ്ങൾ ചർച്ച ചെയ്തെടുത്തിട്ടുള്ളത് CPI 17 സീറ്റുകളിലാവും മത്സരിക്കുക. LDFിന്റെ സ്ഥാനാർത്ഥി പട്ടിക കൂടി വന്നതോടെ തീ പാറുന്ന പോരാട്ടത്തിനാണ് ഇക്കുറി തലസ്ഥാന നഗരം സാക്ഷ്യം വഹിക്കുക. കരുത്തരെയാണ് CPM ഇക്കുറി കളത്തിലിറക്കുന്നത്. മുൻ മേയർ ഉൾപ്പെടെ 3 ഏരിയ സെക്രട്ടറിമാരും ജില്ലാ നേതാക്കളും സ്ഥാനാർത്ഥികളാകുന്നു. ശിശുക്ഷേമ സമിതി മുൻ ജനറൽ സെക്രട്ടറി SP ദീപക് പേട്ടയിൽ മത്സരിക്കും. വഞ്ചൂർ ഏരിയ സെക്രട്ടറിയും മുൻ മേയറുമായ K ശ്രീകുമാർ ചാക്കയിൽ സ്ഥാനാർത്ഥിയാകും. പാളയം ഏരിയ സെക്രട്ടറി വഞ്ചൂർ ബാബു വഞ്ചൂരിലും, വിളപ്പിൽ ഏരിയ സെക്രട്ടറി RP ശിവജി പുന്നക്കാമുകളിലും സ്ഥാനാർത്ഥിയാകും. വഴുതക്കാട് CPI സ്ഥാനാർത്ഥിയും മുൻ ഡെപ്യൂട്ടി മേയറുമായ രാഖി രവികുമാറും സ്ഥാനാർത്ഥികളാകും. ഇവരിൽ ആരെങ്കിലുമാകും മേയർ സ്ഥാനാർത്ഥികളാകാൻ സാധ്യത. 30 വയസ്സിന് താഴെയുള്ള 13 യുവാക്കളെയാണ് ഇക്കുറി കോർപ്പറേഷനിൽ മത്സരിപ്പിക്കുന്നത്. ഇതിൽ അലത്തറ വാർഡിൽ മത്സരിക്കുന്ന 21 വയസ്സുള്ള മാഗ്ന ബി ആണ് ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥി. അതേസമയം മേയർ ആര്യ രാജേന്ദ്രൻ ഇക്കുറി മത്സരിക്കുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. സ്ഥാനാർത്ഥി പ്രഖ്യാപന വേളയിലും ആര്യ രാജേന്ദ്രൻ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ ഒപ്പമുണ്ടായിരുന്ന എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തി ആര്യ രാജേന്ദ്രന്റെ ഫേസ്ബുക്ക് കുറിപ്പും വന്നു. മഴ പെയ്താൽ ചോർന്നൊലിക്കുന്ന വീട്ടിൽ നിന്നും 21 വയസ്സുള്ള പെൺകുട്ടി മേയറായപ്പോൾ തൊഴിലാളികളുടെ പാർട്ടി ചരിത്രത്തിൽ ഇടം നേടിയെന്ന വികാരനിർഭരമായ കുറിപ്പാണ് ആര്യ രാജേന്ദ്രൻ പങ്കുവച്ചത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ഇത്തവണ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ ഒരു പടി മുന്നിലായത് കോൺഗ്രസ് ആണ്. തിരുവനന്തപുരം കോർപ്പറേഷന് പിന്നാലെ കോഴിക്കോട് കോർപ്പറേഷനിലെയും 22 സ്ഥാനാർത്ഥികളെ അവർ അന്ന് പ്രഖ്യാപിച്ചു. 12-ാം തീയതി മറ്റ് സ്ഥാനാർത്ഥികളെ കൂടി അറിയാം. UDFിന്റെ ക്യാമ്പിലെ നീക്കം എന്താണെന്ന് അറിഞ്ഞിട്ട് സർപ്രൈസ് സ്ഥാനാർത്ഥികളെ ഇറക്കാനാണ് LDF തീരുമാനം. കോഴിക്കോട് ജില്ലാ പഞ്ചായത്തിലെ 14 ഡിവിഷനുകളിൽ 7 ഡിവിഷനുകളിലെ സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ച് ഒരു മണിക്കൂറിനകമാണ് കോൺഗ്രസ് 22 സ്ഥാനാർത്ഥികളെ കോർപ്പറേഷനിലേക്ക് പ്രഖ്യാപിച്ചത്. കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള രമേശ് ചെന്നിത്തല നേരിട്ടെത്തിയാണ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചത്. ഇനി 12-ന് KPCC യോഗത്തിന് ശേഷം പ്രഖ്യാപിക്കുന്ന പട്ടികയിൽ സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടാകുമെന്ന് ചെന്നിത്തല പറഞ്ഞു. കേരളത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് UDF ഒരു വൻതോതിലുള്ള മുന്നൊരുക്കം ഈ തെരഞ്ഞെടുപ്പിൽ നടത്തിയത്. ഇത്തവണ കോഴിക്കോട് കോർപ്പറേഷൻ തിരിച്ചു പിടിക്കണമെന്നുള്ള വാശി എല്ലാ പ്രവർത്തകരിലും ജനങ്ങളിലുമുണ്ട്. സംവിധായകൻ VM വിനു ഉൾപ്പെടെയുള്ളവരുമായി സ്ഥാനാർത്ഥിയാവുന്നതിന് DCC ചർച്ചകൾ നടത്തുന്നുണ്ട്. കോഴിക്കോട്ടെത്തിയ ചെന്നിത്തല സമസ്ത അധ്യക്ഷൻ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ നേരിൽ കണ്ട് തെരഞ്ഞെടുപ്പിൽ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതേസമയം DCCയിൽ ചർച്ചകൾ നടക്കുന്നതിനിടെ ചാലപ്പുറം സീറ്റ് CMPയിൽ നിന്ന് തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ട് മണ്ഡലം പ്രസിഡന്റ് M അയ്യൂബിന്റെ നേതൃത്വത്തിൽ പ്രവർത്തകർ രാജിയും പ്രതിഷേധവുമായി എത്തിയത് നാടകീയ രംഗങ്ങൾക്കിടയാക്കി. ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, എന്റെ പരാതി ഞാൻ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്, അത് അംഗീകരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ശേഷം ഞാൻ നിങ്ങളെ കാണും. പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നും ഘടകകക്ഷികളെ പരിഗണിക്കാതിരിക്കാനാവില്ലെന്നും ചെന്നിത്തല പറഞ്ഞു. കോൺഗ്രസിന്റെ തന്നെ നടക്കാവ് കൗൺസിലറായിരുന്ന അൽഫോൻസ് രാജിവെച്ച് ആം ആദ്മിയിൽ ചേർന്നതും ചർച്ചയായിട്ടുണ്ട്. നിലവിലെ ഡെപ്യൂട്ടി മേയർ CP മുസാഫിർ അഹമ്മദ്, MLA A പ്രദീപ് കുമാറിന്റെ മകൾ അമിത പ്രദീപ് ഉൾപ്പെടെയുള്ളവരുടെ പേരുകളാണ് ഇടത് ക്യാമ്പിൽ സജീവം. UDF സ്ഥാനാർത്ഥി പട്ടികയനുസരിച്ച് സർപ്രൈസ് സ്ഥാനാർത്ഥികളും ഉണ്ടായേക്കും. 2015-ൽ ഒരു സീറ്റ് പോലും ഇല്ലാതിരുന്ന BJP 2020-ൽ 7 സീറ്റുകൾ നേടിയത് K സുരേന്ദ്രന്റെ നേതൃത്വത്തിലാണ്. BJP രണ്ടാമതെത്തിയ വാർഡുകൾ കേന്ദ്രീകരിച്ച് കൗൺസിലർമാരുടെ അംഗബലം കൂട്ടാൻ K സുരേന്ദ്രൻ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ചുമതല വഹിക്കുന്നത്. ദിവസങ്ങൾക്കകം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുന്നതോടെ കോഴിക്കോട്ടെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിയും. അമൃത ന്യൂസ്, കോഴിക്കോട്. തൃശൂർ കോർപ്പറേഷനിലെ 24 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പേരും കോൺഗ്രസ് പ്രഖ്യാപിച്ചു. ജില്ലാ പഞ്ചായത്തിൽ 13 സീറ്റുകളിലേക്കുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. തിരുവമ്പാടി ദേവസ്വം സെക്രട്ടറി K ഗിരീഷ് കുമാർ കോട്ടപ്പുറം ഡിവിഷനിൽ നിന്ന് മത്സരിക്കും. യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ കുട്ടനെല്ലൂരിൽ നിന്ന് മത്സരിക്കും.